ഞാനിവിടെ 2 മഞ്ചും ഒരു 5 സ്റ്റാറും എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് പിള്ളേർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വെച്ചിട്ട് പാലൊക്കെ ചേർത്തിട്ട് ഒരു ഷേക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയി 60 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ഷേക്ക് കുടിക്കത്തില്ലേ? ആ പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇത് ചോക്ലേറ്റ് ഏത് വേണേലും എടുക്കാം. പക്ഷേ ഇത് മഞ്ചൊക്കെ നമ്മുടെ ചെറുപ്പകാലം തൊട്ടുള്ള മിഠായിയാണ്. 5 സ്റ്റാർ മഞ്ചൊക്കെ മായമൊന്നും അധികമില്ല. ഇപ്പോഴത്തേക്ക് പല കമ്പനിയുടെയൊക്കെ ഇല്ലയോ? അപ്പോൾ ഏതാ എടുക്കാൻ ഒരു ഭയം. ഒന്നാമതെ മിഠായിക്കകത്ത് മയക്കുമരുന്നും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം മഞ്ചൊക്കെ പണ്ട് തൊട്ടേയുള്ള കമ്പനിയാണ്. അപ്പം ഞാനിതിട്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. ചൂടൊക്കെ അല്ലയോ, ഒന്ന് കൂളൊക്കെ ആവണ്ടേ. ചൂട് സാധനം തന്നെ കഴിക്കാതെ ചൂടത്ത് ശരീരം തണുപ്പിക്കുന്ന തണുത്ത സാധനങ്ങൾ കഴിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കാണിക്കാം. മിൽക്ക് ഷേക്ക്. ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കവർ പാല് ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കട്ടയായിട്ടുണ്ട്. ഏത് പാല് വേണേലും എടുക്കാം. പിന്നെ 5 ഞാലിപ്പൂവമ്പഴം എടുത്തിട്ടുണ്ട്, 2 പാക്കറ്റ് ബൂസ്റ്റ്, 2 മഞ്ച്, ഒരു 5 സ്റ്റാർ. ഞാലിപ്പൂവമ്പഴത്തിനെക്കാട്ടി ടേസ്റ്റ് പൂവമ്പഴത്തിനാണ്. എനിക്കിതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ പഴം ഇത്രയും വേണ്ട, നല്ല 2 പഴം മതി. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ. മാത്രമല്ല ചൂടല്ലേ, കുഞ്ഞുങ്ങൾ പഴമൊക്കെ കഴിക്കാത്തവർക്ക് ഇതുപോലെ അടിച്ചു കൊടുത്താൽ അവർ കഴിച്ചോളും. അങ്ങനെ ഇത് മിക്സിക്കകത്ത് കട്ടയായ പാല്, പഴം, പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, മധുരം കുറച്ച് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 5-6 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ച് മിഠായി 5 സ്റ്റാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 സ്റ്റാർ വേണ്ട, ഞാൻ ചുമ്മാതെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനും ചേർത്തതാണ്. ഇനി ബൂസ്റ്റ് അതിലോട്ട് ചേർക്കുന്നുണ്ട്. ബൂസ്റ്റ് ചേർത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി 1 പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ചേർത്ത് അടിക്കുന്നുണ്ട്. ബൂസ്റ്റിൻ്റെയൊക്കെ ഫ്ലേവർ ഒരുപാട് വേണ്ടവർക്ക് 2 കവർ ചേർക്കാം, അല്ലെങ്കിൽ 1 കവർ ചേർത്താലും മതി. ഇത് മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ പകർത്തിയെടുക്കുന്നുണ്ട്. നല്ല കട്ടിക്കാണ്, കാണുമ്പോഴറിയാം. നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് നിരത്താം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, നല്ല തണുപ്പുണ്ട്. ഒരുപാട് നേരം മിക്സിയിൽ അടിച്ചില്ല, അപ്പം നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സ് വേണ്ടവർക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. ചെറിപ്പഴമൊക്കെ വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ചോക്കോസ് ചേർക്കാം, അങ്ങനെ ഐസ്ക്രീം വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു ജസ്റ്റ് ചൂടുകാലമൊക്കെ അല്ലേ, ഒന്ന് തണുക്കാൻ ഒരു ഷാർജ ഉണ്ടാക്കിയതാണ്. ഒരു ഇടത്തരം 4 ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്, ബാക്കി 1 ഗ്ലാസ് കൂടെ അധികം വന്നിട്ടുണ്ട്. അങ്ങനെ ഷാർജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ചൂടുകാലത്ത് ശരീരം തണുക്കാൻ